ബ്രില്യൻറ്റ് സ്റ്റഡീസ് ആൻഡ് കുമാരയുടെ ഡയറക്ടർ ശ്രീ സെബാസ്റ്റ്യൻ മാത്യു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള SSLCക്ക് മികച്ച വിജയം കൈവരിച്ച എൻ്റെ യുവ സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, രക്ഷാകർത്താക്കളെ, മനോരമ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ തോരാതെ പെയ്യുന്ന മഴയത്തും ഇത്ര വലിയ ഒരു നമ്പറിൽ ഇവിടെ വിജയികളെല്ലാവരും എത്തിയെന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് ഞാൻ ഏറ്റപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു യങ് ഓഡിയൻസിൻ്റെ മുന്നിൽ അല്പസമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം കളയാൻ പാടില്ല എന്ന ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയതിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും ആഹ്ലാദവുമാണ് ഞാൻ ആദ്യം രേഖപ്പെടുത്തുന്നത്. മനോരമയുടെ പഠിപ്പുരയും മനോരമ തുടങ്ങി വെച്ചിട്ടുള്ള സംരംഭങ്ങളുമെല്ലാം പല തലമുറകളെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്, ഞാൻ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കാലത്ത് കോഴിക്കോട് എന്ന ചെറിയ പട്ടണത്തിലാണ് ജീവിച്ചത്. അന്ന് അവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില വിനോദങ്ങളിൽ ഒന്ന് അവിടെ നടക്കുന്ന ക്വിസ് മത്സരങ്ങളായിരുന്നു. ഇന്നത്തെ പോലെ വീഡിയോ ഇല്ല, TV ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, റേഡിയോയിൽ പോലും ക്വിസ് മത്സരങ്ങളില്ലാത്തൊരു കാലത്ത് കുറച്ച് ആൾക്കാരുടെ താല്പര്യപ്രകാരം ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു ക്വിസ്. അതിൽ ഏറ്റവും താല്പര്യത്തോടെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു, ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് ആയിടെ ആരംഭിച്ച മനോരമയുടെ ഇയർ ബുക്കായിരുന്നു. ഇന്ന് ഈ 40 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 3, 4, 5 തലമുറയിലെ ആൾക്കാർ മനോരമയുടെ ഇയർ ബുക്കിനെ ആധികാരികമായ ഒരു ഗ്രന്ഥമായി കരുതുകയും ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാരിൽ പലരും ഇന്നും റെഫർ ചെയ്യുന്നതുമായ ഒരു പുസ്തകമായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് ഗ്രന്ഥമായി ആ പുസ്തകം വളർന്നിരിക്കുന്നു. ആ പുസ്തകം അത്രത്തോളം പ്രയോജനപ്രദമായിരിക്കുന്നു. അത്രത്തോളം ആൾക്കാർക്ക് മാർഗദർശിയായ, ആധികാരികമായ വിവരങ്ങളും വിജ്ഞാനവും നൽകുന്ന ഒരു പുസ്തകമായി മാറി. അതുപോലെ തന്നെയാണ് മനോരമയുടെ മറ്റുള്ള പല കാര്യങ്ങളും. ഈ പഠിപ്പുര പ്രത്യേകിച്ചും ഞാൻ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതാണ്. ഏറ്റവും രസകരമായ രീതിയിൽ, എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ സിലബസിലുള്ള കാര്യങ്ങളിൽ തുടങ്ങി സിലബസിലില്ലാത്ത പല കാര്യങ്ങളിലേക്കും എത്തിക്കുന്ന തരത്തിലുള്ള വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു സമീപനം കാഴ്ചവെച്ചുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ദിവസവും പത്രത്തിൻ്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസവും വിജ്ഞാനവും എല്ലാം പത്രത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കേണ്ട കാര്യങ്ങളാണ് എന്ന വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മനോരമയെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഈ വേളയിൽ എൻ്റെ അനുമോദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഇനി ഇവിടെ കൂടിയിട്ടുള്ള ആൾക്കാരോട് എന്ത് പറയണമെന്നുള്ള ഒരു ആലോചനയായിരുന്നു എനിക്ക്. അതിന് ഞാനൊരു കഥ പറയാം. നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ചും നമ്മുടെ വിദ്യാർത്ഥികളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പൊതുവേ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികൾ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു മധ്യവർത്തി സമൂഹം. നമ്മളെല്ലാവരും ചെറിയ രീതിയിൽ ജീവിക്കുന്നവരും കഠിനാധ്വാനം ചെയ്യുന്നവരും ആ കഠിനാധ്വാനത്തിലൂടെ നമ്മൾ ഇതുവരെ ജീവിച്ചതിനേക്കാൾ നല്ല ഒരു ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള ഒരു സമൂഹമാണ്. അന്യോന്യം സഹായിക്കുകയും അന്യോന്യം മത്സരബുദ്ധിയോടുകൂടി തന്നെ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ നാളെയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളൊക്കെ വഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെയും രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാലയങ്ങളുടെയും ഒക്കെ പ്രതീക്ഷകൾ നിങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളാണ് ആ പ്രതീക്ഷയുടെ നാമ്പുകൾ. അങ്ങനെ വരുമ്പോൾ എന്താണ് നാളെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ കണ്ണും കാതും മനസ്സും ഹൃദയവും എല്ലാം തുറന്നു ചൂണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആരും തന്നെ നിങ്ങളുടെ കണ്ണോ കാതോ ഹൃദയമോ മനസ്സോ
അടയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. തുറന്ന മനസ്സോടെ, തുറന്ന ഹൃദയത്തോടെ, കണ്ണും കാതും വിടർത്തി നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അപഗ്രഥിക്കുകയും അത് എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതിലൂടെയാണ് പഠനവും നമ്മുടെ അറിവിൻ്റെ വികാസവും നമ്മുടെ മാനസികമായ വികാസവും നമ്മുടെ ഹൃദയത്തിൻ്റെ വികാസവും നടക്കുന്നത്. ചുറ്റും പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ്, പലതരത്തിലുള്ള അതിർവരമ്പുകൾ ഇടാനാണ് പലപ്പോഴും പലരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനി പോകുന്ന കാലഘട്ടത്തിലും അതിലുണ്ടാവും. ഞാൻ പറയുന്നത് ഭയം ഏതുമില്ലാതെ ധൈര്യത്തോടു കൂടി നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൃഢമായി നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങളുമായി ഇടപെടാനും പുതിയ കാര്യങ്ങളെ സ്വായത്തമാക്കാനും സ്വാംശീകരിക്കുവാനും അപഗ്രഥിക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള കഴിവാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്വായത്തമാക്കേണ്ടത്. എന്തുകൊണ്ടിത് പറയുന്നു? കാരണം എല്ലാവരും തെളിക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും പോകണം എന്ന് പറയുന്ന കാലം അവസാനിച്ചിരിക്കുന്നു. അതോ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇത്രയും പഠിച്ചു വന്നപ്പോൾ നമ്മൾ ഇനിയും ഇടപെടാൻ പോകുന്ന ലോകത്തെയും സമൂഹത്തെയും മനസ്സിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇഷ്ടങ്ങളാണോ നമ്മളെ നയിക്കേണ്ടത്? സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ മുകളിലത്തെ തലമുറ വരെ പലപ്പോഴും മൂത്തവരുടെ മാത്രം ഉപദേശങ്ങളും അവരുടെ അറിവുമെല്ലാം വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് എന്ന ഒരു സാഹചര്യം ഇന്നത്തെ തലമുറയ്ക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലൂടെ കിട്ടുന്ന മീഡിയയിലുള്ള എക്സ്പോഷറിലൂടെയൊക്കെ ഏറ്റവും നല്ലത് എന്ത് എന്ന് തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൃത്യമായിട്ട് എൻ്റെ താല്പര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അരികെ നിൽക്കുന്നത് എന്ത്, ഏത് ഒരു ഭാവി കരിയറാണ് എന്ന് തീരുമാനിക്കാനുള്ള അറിവും അതിനുള്ള മെച്യൂരിറ്റിയും ഉപകരണങ്ങളുമെല്ലാം ഇന്ന് നിങ്ങൾക്കുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, നമ്മുടെ പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹം കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഒരു മധുരപലഹാരം തന്നുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, സർ എൻ്റെ മകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോവുകയാണ്. ഞാൻ ചോദിച്ചു എവിടെ? അപ്പം അദ്ദേഹം ജപ്പാനിലേക്കാണ്. ഓർക്കണം, ഒരു ഉന്നത പോലീസ് സർവീസ് ഉദ്യോഗസ്ഥന്റെ മകളല്ല, നമ്മുടെ ഒരു സാധാരണക്കാരനായ ഒരു പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ജീവനക്കാരന്റെ മകളാണ് ഇതെന്നോട് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്ന ഓരോ വീടുകളിലും വലിയ ചുറ്റുപാടുകളൊന്നും ഇല്ലെങ്കിലും ആ വീട്ടിലെ കുട്ടികൾക്ക് അവർ പോകേണ്ട വഴി അറിയാം, അവർക്ക് എത്തേണ്ട ഇടമറിയാം, അങ്ങോട്ട് പോകാനുള്ള വഴിക്കുള്ള ആയുധങ്ങൾ എന്താണ്, ഉപകരണങ്ങൾ എന്താണ്, അറിവെന്താണ് എന്നതും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവനയാണ് നിങ്ങളെ നയിക്കേണ്ടത്, നിങ്ങളുടെ ജിജ്ഞാസയാണ് നിങ്ങളെ നയിക്കേണ്ടത്. മുൻപ് പറഞ്ഞു വെച്ചിട്ടുള്ള നിയമങ്ങളും നിയമാവലികളും, മുൻപ് തെളിച്ച വഴികൾ കാണിച്ചു തരുന്ന ആൾക്കാരും അല്ല നിങ്ങൾ നയിക്കേണ്ടത്. എനിക്കത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. കാരണം എൻ്റെ മകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ശേഷം അവർ തീരുമാനിച്ചത് അവരൊരു ഡാൻസർ ആവാനാണ്. എന്താണ് ഡാൻസർ ആവാൻ തീരുമാനിച്ചപ്പോൾ അവരെങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഡാൻസർ ആയിട്ടില്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പോകേണ്ട ഇടത്തേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടുപോയില്ല എന്ന തിരിച്ചറിവാണ് എൻ്റെ മകളെ നയിച്ചത്. അത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കാനോ അതിനൊരു ജഡ്ജ്മെന്റ് പറയാനോ ഞാൻ ആളല്ല എന്ന ഒരു തിരിച്ചറിവാണ് അതിലൂടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ മകൻ എന്ത് ചെയ്തു? എൻ്റെ മകൻ ഒരു കാർട്ടൂണിസ്റ്റായി, ഒരു ഡാൻസറും ഒരു കാർട്ടൂണിസ്റ്റും. മറക്കരുത്, എൻ്റെ ഭാര്യയും ഒരു IAS ഓഫീസറാണ്. IASകാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പറയും അവരും IASകാരാവല്ലോ, IAS പഠിക്കുമല്ലോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും, ഡോക്ടർ ആവും, വിദേശത്ത് പോവും, മാസ്റ്റേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ അക്കാഡമിക്സിലേക്ക് പോകും. പക്ഷേ അവരുടെ താല്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അവരുടേതായ വഴി തിരഞ്ഞെടുത്തു.
ഈ സന്ദേശം മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്. എല്ലാവരും കാർട്ടൂണിസ്റ്റ് ആവണമെന്നോ ഡാൻസർ ആവണമെന്നോ അല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകണമെന്നുള്ളതാണ്. അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്, അതിനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ രക്ഷിതാക്കളും വിദ്യാലയത്തിലെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന അധ്യാപകരും ഇനി കാണാൻ പോകുന്ന അധ്യാപക സമൂഹവും ഒക്കെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. മനോരമ പോലെയുള്ള മീഡിയ ഗ്രൂപ്പ്സ് നിങ്ങളുടെ ഈ വലിയ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു എന്നുള്ള നിങ്ങളുടെ ജിജ്ഞാസയെ എപ്പോഴും ഊട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നവരാണ്. പാലാ ബ്രില്യന്റിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ നിർത്താൻ പാടില്ല. ഓരോ വിദ്യാർത്ഥിക്കും ആ വിദ്യാർത്ഥി അർഹിക്കുന്ന രീതിയിലുള്ള അറിവ് പകർന്നു കൊടുക്കുകയും അവർക്ക് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുകയും അതിലൂടെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് വേണ്ട എല്ലാ സന്നാഹങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് കഴിഞ്ഞ 20-30 വർഷമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൽ തന്നെ സ്വന്തമായ ഒരു പേര് സമ്പാദിച്ച ഒരു വലിയ മഹത്തായ സ്ഥാപനമാണ് ബ്രില്യന്റ്. അപ്പൊ ഇതുപോലെയുള്ള താല്പര്യമുള്ളവർക്ക് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വളരെയേറെ പ്രയോജനപ്രദമായ ഒരു എൻവയറമെന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, ഓരോ വ്യക്തികളും, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ ശരിയായ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഒരു പരിസ്ഥിതിയും ഒക്കെ ഇന്നിവിടെ ഉണ്ട്. അതിനെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഭാസുരമായ ഒരു ഭാവി നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായി പടുത്തുയർത്തും എന്ന വിശ്വാസവും ഉറപ്പും എനിക്കുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച മനോരമയ്ക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രില്യന്റിനും എൻ്റെ അനുമോദനങ്ങൾ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓരോ ആളുടെയും അനുവാദത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.